Hey guys, Assalamu alaikum. Ramadan day 6. في جيدها حبل من مسد بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل എല്ലാ കുട്ടികളുടെയും ആദ്യത്തെ ടീച്ചർ അവരുടെ ഉമ്മയാണെന്ന് പറയുന്നത് വളരെ ശരിയാണല്ലേ. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ കോഴിക്കോട് സ്റ്റാറിൽ അത്താഴം കൊണ്ടാണ് മുസ്തഫ വന്നത്. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇഞ്ചി ചായ ഉണ്ടാക്കി. 1 ദിനാർ 100 ഫിൽസിന് വേർത്തായിട്ടുള്ളൊരു മീലായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ശേഷം നിസ്കാരം കഴിഞ്ഞ് വന്ന് ഞാൻ എൻ്റെ ലിങ്ക്ഡിനിൽ പ്രൊഫൈലൊന്ന് അപ്ഡേറ്റ് ചെയ്തു. സത്യം പറഞ്ഞാൽ വർക്ക് ലൈഫ് എനിക്ക് കുറച്ച് മിസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഖുറാൻ്റെ കുറച്ച് അർത്ഥം പഠിച്ചു. അൽ ഖുറാൻ മലയാളം.net എന്ന് പറയുന്ന സൈറ്റിൽ നിന്നാണ് വേർഡ് ബൈ വേർഡ് മീനിങ് ഞാൻ പഠിക്കുന്നത്. ഖുറാൻ.com ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണുള്ളത്. മലയാളം വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ വേണ്ടവർ ഈ സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഇന്ന് നോമ്പുതോറയ്ക്ക് ഈവനിങ് സ്നാക്കായിട്ട് കുറച്ച് ചിക്കൻ പാസ്തയും ചിക്കൻ സാൻഡ്വിച്ചും ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തു. നുഹാക്ക് കൊടുക്കാനായിട്ട് അജുവയുടെ ഒരു ഹെൽത്ത് മിക്സ് പൗഡർ വാങ്ങിച്ചു. ഞാൻ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് എപ്പോഴാണെന്നറിയോ? അതെൻ്റെ സ്വന്തം കിച്ചണിൽ ആരുടെയും ജഡ്ജ്മെൻറ്റോ ഇടപെടലുകളോ ഇല്ലാതെ കുക്ക് ചെയ്യുമ്പോഴാണ്. വീട്ടിൽ കുറച്ച് അറ്റകുറ്റപ്പണികളുണ്ടായിരുന്നു. ശേഷം ഞാൻ ഇഫ്താർ ഡിഷസ് ഉണ്ടാക്കാനായിട്ട് പോയി. നെല്ലറയുടെ ചില്ലി പൗഡറും കാശ്മീരി ചില്ലിയും മിക്സ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ കറികൾക്ക് ആവശ്യത്തിനുള്ള കളറും എരിവും കിട്ടും. എണ്ണ ഒഴിച്ച് പാൻ ചൂടായപ്പോൾ കുറച്ച് വെളുത്തുള്ളി സോട്ട് ചെയ്തു. അപ്പുറത്തെ പാനിൽ സാൻഡ്വിച്ചിനായിട്ടുള്ള മസാല റെഡിയാക്കി കൊണ്ടിരുന്നു. പാസ്ത ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു 2 ചെറിയ ടൊമാറ്റോ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്തു. ശേഷം ആവശ്യത്തിന് സ്പൈസസും ഷ്രെഡഡ് ചിക്കനും ചേർത്ത് സോട്ട് ചെയ്ത മിക്സിലോട്ട് തക്കാളിയുടെ പ്യൂരി ഒഴിച്ചു കൊടുത്തു. തക്കാളിയുടെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തു. ശേഷം അതിലേക്ക് കുറച്ച് ക്രീം ആഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ അകത്തോട്ട് വേവിച്ച് വെച്ച പാസ്ത ഇട്ട് മിക്സ് ചെയ്തു. ഞാൻ നാദക്കിൻ്റെ ഈ ക്രീമാണ് യൂസ് ചെയ്തത്. ശേഷം കുറച്ച് കെച്ചപ്പ് കൂടി ഒഴിച്ചു കൊടുത്തപ്പോൾ നല്ല അടിപൊളി ക്രീമി ടൊമാറ്റോ ചിക്കൻ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻവൈൽ എൻ്റെ സാൻഡ്വിച്ചിനുള്ള മസാല റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാനതിലേക്ക് ഷ്രെഡഡ് ചിക്കൻ ചേർത്ത് കൊടുത്തു. മല്ലിയില കൂടി ഇട്ടിട്ട് ബ്രെഡ് എല്ലാം ഫില്ല് ചെയ്ത് ടോസ്റ്റ് ചെയ്തു. ഞാനിവിടെ ബ്രൗൺ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. വെലിത്താടെ ഇവിടെ നോമ്പ് തുറക്കാൻ പാൽവാഴയ്ക്കായിരുന്നു ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ളത്. പിന്നെ നോമ്പ് തുറന്നതിന് ശേഷം നല്ല മസാല ദോശയും സാമ്പാറും കഴിച്ചു. ഈ പ്രൊഡക്റ്റ് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതാണ്. എനിക്കിത് വലിയ നാട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നതാണ്. കോട്ടയ്ക്കിൽ മാത്രം കിട്ടുന്ന ഒരു യുനാനി മെഡിസിൻ ആണെന്നാണ് പറഞ്ഞത്. കോൾഡ് ഉണ്ടാവുമ്പോൾ കുട്ടികളുടെ കാലിൻ്റെ അടിയിൽ ഇത് 2 ഡ്രോപ്സ് തേച്ച് അവർക്ക് സോക്സ് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ അവരുടെ മൂക്കൊലിപ്പിനും ജലദോഷത്തിനൊക്കെ അത്യാവശ്യം റിലീഫ് കിട്ടുന്നുണ്ട്. അഡൾട്ട്സിന് യൂസ് ചെയ്യാം. നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കിയിട്ട് കമൻസ് തന്നെ അറിയിക്കണേ.